ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. തീരമേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് വി സർക്കാർ മുൻതൂക്കം നൽകുന്നത്. ഈ ബഡ്ജറ്റിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിഷൻ സമുദ്രയാണ്. ഇത് വലിയ രീതിയിലുള്ള തൊഴിൽ മേഖലയ്ക്ക് വലിയ വികസനം നൽകും, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യവസായം വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാണ് ഇത്തരത്തിൽ ഈ നമ്മുടെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ പദ്ധതികൾ എന്നൊക്കെ പറയുന്നത്? ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണോ കാണേണ്ടത്? എന്തെങ്കിലും സാധ്യതകളുണ്ടോ? വി സതീശൻ എന്ന ധനകാര്യമന്ത്രി ആദ്യമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെ ഒറ്റയടിക്ക് അങ്ങ് തള്ളിക്കളയാൻ ഞാൻ തൽക്കാലം ശ്രമിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലത്തിൽ കേരളത്തിൽ കുറെ കൊല്ലങ്ങളായിട്ട് കേരളത്തിലെ ബഡ്ജറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ബഡ്ജറ്റുകളൊക്കെ സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇതിൽ വ്യക്തമായ പദ്ധതികളോ എവിടെ നിന്ന് വികസനത്തിന് പണം കണ്ടെത്തുമെന്നോ ഒന്നും പറയില്ല. മഹത്തായ കുറെ ആശയങ്ങൾ അങ്ങനെ എടുത്ത് വാരി വിതറും ആകാശത്തിലേക്ക്. കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ BA പ്രകാശ്, ഡോക്ടർ മേരി ജോർജ്, അല്ലെങ്കിൽ പഴയ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പഴയ ട്രാവൻകൂറിന്റെ MD GM ഒക്കെ ആയിരുന്ന ആദികേശവൻ, ഇങ്ങനെ കുറെ, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോ പാർക്കിന്റെ സ്ഥാപകൻ CEO ആയിരുന്ന വിജയരാഘവൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരവരുടെ രാഷ്ട്രീയവും പിന്നെ അവരവരുടെ മേഖലയുടെ താല്പര്യവും ഒക്കെ വെച്ചിട്ട് അവരൊന്ന് മൊത്തത്തിലൊന്ന് പുകഴ്ത്തും. ചിലപ്പോ ഒന്ന് ചെറിയൊരു തൂവൽ വെച്ചൊന്ന് തല്ലും. അതിനപ്പുറത്തോട്ട് കേരളത്തിലെ ബഡ്ജറ്റ് വിശകലനം ഒന്നും ഞാൻ കാണാറില്ല. എന്റെ ഒരു ചോദ്യം, ഞാനിപ്പോ സർക്കാർ ആരായിക്കൊള്ളട്ടെ, സർക്കാർ ഒരു തുടർച്ചയാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ സംസാരിക്കുകയാണ്. ബഡ്ജറ്റിന്റെ കാര്യം വരും. ബഡ്ജറ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയം പറയുന്നതല്ലല്ലോ. കണക്കുകൾ ഒരു ഭാഗത്ത്, വികസന പദ്ധതികൾ വേറൊരു ഭാഗത്ത്. അപ്പൊ അതിൽ രാഷ്ട്രീയം നമ്മൾ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു തുടർച്ചയായിട്ട് കണക്കാക്കിയാല്, പണ്ട് ബാലഗോപാൽ ഇരുന്നപ്പം ഒരു വലിയ പ്രഖ്യാപനം, കേരളത്തെ ഒരു നോളജ് ഇക്കോണമി ആയിട്ട് മാറ്റും. എവിടായി? ഒന്നും ആയിട്ടില്ല. ആര് വന്ന് ഇവിടെ മുതൽ മുടക്കാൻ? ആരും വന്നില്ല. പിന്നെ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരും, വിദേശ യൂണിവേഴ്സിറ്റികൾ വരും. എവിടെ വന്നു? ഒന്നും വന്നില്ല. അപ്പോ അതുപോലെ ആവത്തില്ല സതീശൻ എന്ന് ഞാൻ ആദ്യം അങ്ങ് പ്രതീക്ഷ കൊടുക്കുക. അതാ ഒരു ഭാഗത്ത്. ഇനി ഗൗതത്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. അതായത് തീര കേന്ദ്രീകൃതമായ വികസനം, പോർട്ട് കേന്ദ്രീകൃതമായ ഡെവലപ്മെന്റ്, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ സർക്കാർ തന്നെ പേരിട്ടിരിക്കുന്നത് മിഷൻ സമുദ്ര എന്നാണ്. നല്ല ആശയം. തീർച്ചയായിട്ടും കേരളം, പഴയ കാലത്ത് മലബാർ കേരളം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങള് വിദേശത്ത് അറിഞ്ഞിരുന്നത് കേരളത്തിലെ വ്യാപാരത്തിന്റെ പേരിലാണ്. ആ വ്യാപാരികളെല്ലാം വന്നത് കപ്പലിലാണ്. വാസ്കോ ഡ ഗാമ, അതുപോലെ ഡച്ചുകാര്, പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അങ്ങനെ അതിനൊക്കെ മുമ്പേ അറബികള്, ഇസ്ലാം മതം പിന്നെ അറേബ്യൻ ഗൾഫിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആൾക്കാർ കേരളവുമായിട്ട് കച്ചവടം നടത്തിയിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ഈ നോൺ ഇസ്ലാമിക് അറബ്സ് കേരളത്തിൽ ഉണ്ടാവാം, ഇസ്ലാമിക് അറബ്സ് ഉള്ളതുപോലെ തന്നെ. അതൊക്കെ ചരിത്ര കാര്യങ്ങൾ, ഞാനത് വിടുകയാണ്. പക്ഷേ കേരളം, പിന്നെ അതുപോലെ തന്നെ റോമാ സാമ്രാജ്യവുമായിട്ട് കേരളം കച്ചവടം നടത്തിയിരുന്നു. കേരളം ഒരു പോർട്ട് ബേസ്ഡ് ഇക്കോണമി തന്നെ ആയിരുന്നു. ചരിത്രാതീത കാലം തൊട്ടേ കേരളം പോർട്ട് ബേസ്ഡ് ഇക്കോണമിയാണ്. കേരളത്തിലെ ജനങ്ങളുടെ വൈവിധ്യം നോക്കിയാൽ അറിയാം. തമിഴന്മാരെ പോലെയല്ലോ മലയാളികൾ ഇരിക്കുന്നത്. വെളുത്തവരുണ്ട്, ബ്രൗൺ ഉണ്ട്, പച്ചക്കണ്ണും നീലക്കണ്ണും ഉള്ള ആൾക്കാരെ വടക്കൻ കേരളത്തിൽ കാണാം, കാസർഗോഡും പയ്യന്നൂർ തൊട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോ ഇതെല്ലാം തന്നെ കേരളത്തിൽ വരുന്ന വിദേശത്തു നിന്ന് വന്ന താമസമാക്കിയ ആൾക്കാരുടെ തെളിവുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ആശയം നല്ലതാണ്. പക്ഷെ ഈ സർക്കാർ പറഞ്ഞ രീതിയിൽ ഇപ്പൊ കേരളത്തിലെ പോർട്ടുകൾ കേന്ദ്രീകരിച്ച്, ഉദാഹരണത്തിന് വിഴിഞ്ഞം തൊട്ട് അങ്ങ് ഇപ്പോ വലിയ പോർട്ടുകളൊന്നും അല്ലാത്ത ബേപ്പൂര്, എന്നാൽ ചെറിയ പോർട്ടുകളായ ബേപ്പൂര്, കൊല്ലം, അതുപോലെ തന്നെ കോവളം, അഴീക്കോട്, ഇതൊക്കെ തന്നെ പിന്നെ കേരളത്തിലെ വികസന തന്ത്രത്തിൽ, അതായത് നമ്മുടെ സതീശ്
മിഷൻ സമുദ്രത്തിലെ ഇതിനൊക്കെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഉണ്ടോ? കേരളത്തിലെ ഈ പോർട്ടിന്റെ ഒക്കെ വികസനത്തിനെ കുറിച്ച് നമ്മൾ വാചാലമായിട്ട് പറയുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് സത്യം പറഞ്ഞാൽ സതീശന്റെ പദ്ധതി പുതിയ പദ്ധതി ഒന്നുമല്ല. ഇത് 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സാഗർമാല എന്ന ഒരു പദ്ധതി മോദി 6.6 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പദ്ധതിയാണ് ഈ സാഗർമാല. അതിനുശേഷം അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിലെ പിന്നെ സമുദ്രം വഴിയുള്ള ഗതാഗതം, ഇൻലാൻഡ് ഷിപ്പിംഗ് വഴിയുള്ള ഗതാഗതം, കോസ്റ്റൽ റോഡ് വഴിയുള്ള ഗതാഗതം, അതുപോലെ പോർട്ടുകളോടനുബന്ധി ഭാഗമായിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ സതീശനും പറയുന്നത്. നല്ല കാര്യം, കേന്ദ്ര സർക്കാരുമായിട്ട് യോജിച്ച് സാഗർമാല പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ഇത് എങ്കിൽ അതൊന്നുകൂടി വ്യക്തമാക്കണം. 2015 സാഗർമാല പദ്ധതി ആദ്യമായിട്ട് വന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ നിക്ഷേപങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പൊ വരാനിരിക്കുന്നുണ്ട് വലിയ നിക്ഷേപങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് 72,000 കോടി രൂപ മുതൽ മുടക്കി ബോംബെയിൽ ഒരു ഡീപ് സീ പോർട്ട് വരികയാണ്, വാധവൻ. അതിനോടനുബന്ധിച്ച് ഒരു ഷിപ്പ് ബിൽഡിംഗ് സെന്ററുമാണ്. തമിഴ്നാട്ടിൽ കുളച്ചലിൽ ഇതുപോലൊരു വലിയ പോർട്ട് വരികയാണ്. ഇനി അതൊരു ഭാഗത്ത്. ഇനി മറുഭാഗത്ത് ഇനി മറ്റൊരു പദ്ധതി, ഇന്ത്യ ഷിപ്പ് ബിൽഡിംഗ് മിഷൻ എന്ന പേരിൽ 2025 മോദി സർക്കാർ മറ്റൊരു പദ്ധതി കൊണ്ടുവന്നു. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ തന്നെ 69,000 725 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്വകാര്യ മേഖല ലോകത്തിലെ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുക, 2030 5% ഷെയർ ഈ കപ്പൽ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് കൈവരിക. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും 2030 5% ഷെയർ ഇന്ത്യക്ക് കൈവരുമ്പോൾ അതിൽ കേരളം ഉണ്ടാകുമോ? എനിക്ക് സംശയമാണ്. കേരളത്തിലെ പിന്നെ വിഴിഞ്ഞം പോർട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ കൊച്ചിയിലും ഒരു പോർട്ടുണ്ട്, കണ്ടെയ്നർ ടെർമിനലും ഉണ്ട്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുണ്ട്. അതിനെന്ത് സംഭവിച്ചു? അവിടെ ബിസിനസ് നടക്കുന്നുണ്ടോ? കൊച്ചിയിലെ ബിസിനസ് എന്തുകൊണ്ടാണ് കൊച്ചി പോർട്ടിലും ബിസിനസ് നഷ്ടപ്പെട്ടത്? കേരളത്തിൽ നിന്നുള്ള വ്യവസായികൾ തന്നെ എന്തുകൊണ്ടാണ് തൂത്തുക്കുടിക്ക് പോയത്? കേരളത്തിൽ ഈ മേഖലയിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് വരാൻ പോകുന്നത്? വിഴിഞ്ഞം പോർട്ട് തുടങ്ങിയപ്പോൾ തന്നെ തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലെ 2000-ലധികം ഏക്കർ ഭൂമി എടുത്തിരുന്നു. അവിടെ അവര് പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കും എസ്റ്റേറ്റും തുടങ്ങുകയാണ്. തൂത്തുക്കുടി പോർട്ടിലെ വലിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം ഇപ്പോൾ തന്നെ, അതായത് വിഒ ചിദംബരം പോർട്ട് ലിമിറ്റഡും കേന്ദ്ര സർക്കാരും കൂടെ ചേർന്നിട്ട് വലിയ നിക്ഷേപം അവിടെ നടത്തി കഴിഞ്ഞു. കേരളത്തിൽ എന്ത് നടന്നു? കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് കേന്ദ്ര സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, തീർച്ചയായിട്ടും ശരിയാണത്. പക്ഷേ കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടോ? ഇനി കേന്ദ്ര സർക്കാരിന് ഒരുപാട് പദ്ധതികളുണ്ട്. മാരിടൈം ഇന്ത്യ വിഷൻ എന്ന് 2030 പിന്നെ സമുദ്ര പോർട്ട് കേന്ദ്രീകൃത വികസനത്തിനെ കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട്. അതുപോലെ തന്നെ 47 പ്രഖ്യാപിച്ച ഈ പിന്നെ മിഷൻ സമുദ്ര എന്നറിയാൻ കൗതുകമുണ്ട്. അത് കേരളത്തിന്റെ സ്വന്തമായ പദ്ധതിയാണെങ്കിൽ 2 ചോദ്യമാണ് എനിക്കുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രീ സോണ്, അതുപോലെ തന്നെ അതായത് വ്യവസായങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം, അതുപോലെ തന്നെ 3 ദക്ഷിണ ജില്ലകളെ, അതായത് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വ്യാവസായിക ഇടനാഴി, ഇതിനൊക്കെ തന്നെ കേരള സർക്കാരിന് മാത്രമായിട്ട് പണം മുടക്കാൻ പറ്റും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമാണ് ത്തോടുകൂടിയുള്ള വികസനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവിടെ ഏതൊക്കെ സ്വകാര്യ കമ്പനികളാണ് ഇത്തരം
ഒരു പ്രോജക്റ്റിൽ താല്പര്യം പ്രകടിപ്പിച്ചത്? ആരെങ്കിലും ഇതിനകത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സർക്കാർ എപ്പോഴാണ് ക്ഷണിക്കാൻ പോകുന്നത്? MOU എത്ര കൊല്ലത്തിനുള്ളിൽ ഒപ്പിടും? പദ്ധതി എത്ര കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കും? കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടോ സർക്കാരിന്റെ കയ്യിൽ? ഇതൊക്കെ ഇല്ലാതെ ഇതുപോലൊരു കുറെ സ്വപ്നം വേണമെങ്കിൽ എനിക്കും പറയാം. ഞാൻ പറയാം, എന്റെ വീടിന് അതുപോലെ എയർപോർട്ട് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറച്ചു കൊല്ലമായിട്ട് എത്ര വലിയ വിമാന നിർമ്മാണ മേഖലയിൽ തന്നെ എത്ര വലിയ നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഗുജറാത്തിലാണ് ഒത്തിരി വ്യവസായങ്ങൾ വന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് C-295 എന്ന് പറയുന്ന മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഗുജറാത്തിൽ നിന്നും അതിന്റെ ആദ്യത്തെ വിമാനം പണിഞ്ഞിറങ്ങി. C-295 എയർബസുമായിട്ട് ചേർന്നാണ്, ടാറ്റയാണ് അതിന്റെ മുതൽ മുടക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിമാനത്തിന്റെ എഞ്ചിൻ സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനി, റോൾസ് റോയ്സ് UK കമ്പനിയാണ്. ഇവരൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന എഞ്ചിൻ നിർമ്മാതാക്കളാണ്. ഇവരുടെയൊക്കെ MRO, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോളിംഗ് സെന്ററുകൾ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ ഉണ്ട്. കേരളത്തിൽ ഇവരാരെങ്കിലും വരുമോ? കേരളത്തില് ഇവരെ ആകർഷിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? അപ്പൊ ഇതിനൊക്കെ ഒരു വലിയ ഒരു പദ്ധതി സർക്കാരിന്റെ മനസ്സിലുണ്ടോ? ഈ അനൗൺസ് ചെയ്തിരിക്കുന്നതിനെ ഫോളോ അപ്പ് ചെയ്യാൻ സതീശന് കഴിയുമോ? ഇതൊക്കെ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. ഇപ്പൊ സർക്കാർ മറ്റൊരു പദ്ധതി 100 കോടി രൂപ മുടക്കി കൊച്ചിയിൽ ഒരു ഫിലിം സിറ്റി പറയുന്നു. ഇപ്പം പടിഞ്ഞാറൻ UP നോയിഡ കേന്ദ്രീകരിച്ചിട്ട് യോഗി ആദിത്യനാഥ് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് ഈ മേഖലയിൽ ഫിലിം സിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതിനകത്തിലൊക്കെ ആൾക്കാരൊക്കെ പിന്നെ ആരൊക്കെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പോലുള്ള കാര്യങ്ങൾ പുറത്തായി വന്നു കഴിയും. ഞാൻ പറയുന്നത്, കേരളത്തിന് സതീശന്റെ സ്വപ്നമൊക്കെ നല്ലതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ അഭിനന്ദിക്കുന്നു. സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ കേരള സർക്കാരിന് മുതൽ മുടക്കാൻ 5 പൈസയും ഇല്ല എന്ന് പാപ്പരാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ധനകാര്യമന്ത്രി ഇന്ന് പറഞ്ഞു. കാരണം സർക്കാർ വലിയ രീതിയിൽ കടബാധ്യതയിലാണ്. അപ്പൊ സർക്കാർ എങ്ങനെ ഈ പദ്ധതികളിലൊക്കെ പണം മുടക്കും? സ്വകാര്യ മേഖല ഈ കേരളത്തിൽ വന്നിട്ട് പണം മുടക്കാൻ ഏത് സ്വകാര്യ കമ്പനിയാണ് വരുന്നത്? ഇവിടുത്തെ ചുവപ്പ് നാട അഴിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇതൊക്കെ ആശ്രയിച്ചിരിക്കും ഈ അദ്ദേഹത്തിന്റെ ഈ മിഷൻ സമുദ്രയുടെ വിജയം. എന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് യോജിച്ച് ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളായിട്ടുള്ള ഇന്ത്യ ഷിപ്പ് ബിൽഡിംഗ് മിഷന്, അതുപോലെ സാഗർമാല 2.0 ഈ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് സംയോജിച്ച് ഈ പദ്ധതി നടപ്പാക്കാമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇപ്പൊ സാഗർമാല പദ്ധതി വന്നപ്പോ സാഗർമാല ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് ഇതിന് ധനസഹായം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യവസായങ്ങൾക്ക് ധനസഹായം ചെയ്യാൻ തന്നെ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കി. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എനിക്ക് അത്ര ഉറപ്പില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും വിശദാംശങ്ങൾ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.